നമസ്കാരം. കേരളത്തിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്കൊടുവിൽ പുതിയ UDF സർക്കാർ അധികാരമേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് കൗതുകകരമായൊരു പ്രോട്ടോകോൾ തർക്കത്തോടെയാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പുതിയതായി അധികാരമേറ്റ വിജയ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചതിനെ ചൊല്ലി ഉയർന്ന കടുത്ത രാഷ്ട്രീയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വന്ദേ മാതരം മുഴങ്ങുമോ എന്നതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വരാന്തകളിലെ പ്രധാന ചർച്ചാ വിഷയം. കേരള ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിലവിൽ തമിഴ്നാടിന്റെയും അധിക ചുമതല വഹിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ വെച്ച് നടൻ C. ജോസഫ് വിജയിന്റെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ അധികാരമേറ്റ ചടങ്ങ് പരമ്പരാഗത ശൈലികളെല്ലാം കാറ്റിൽ പറത്തി വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ സർക്കാർ ചടങ്ങുകൾ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്തുപാടി ആരംഭിച്ച് ദേശീയ ഗാനത്തോടെ അവസാനിപ്പിക്കുന്നതാണ് പതിവ്. എന്നാൽ വന്ദേ മാതരം ഒന്നാമതായും ദേശീയ ഗാനം രണ്ടാമതായും ആലപിച്ചപ്പോൾ സംസ്ഥാന ഗാനം മൂന്നാമതായി തള്ളിപ്പോയത് DMK ഉൾപ്പെടെയുള്ള കക്ഷികളുടെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്നു. തമിഴ്നാട്ടിൽ വന്ദേ മാതരത്തെ ചൊല്ലിയുള്ള ഈ രാഷ്ട്രീയ പുകിലിന് വഴിവെച്ച അതേ ഗവർണർ തന്നെയാണ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് VD സതീശനും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എന്നത് ചടങ്ങിന്റെ പ്രോട്ടോകോളിനെ അതീവ ശ്രദ്ധേയമാക്കുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ BJP സർക്കാർ അധികാരമേറ്റ ചടങ്ങിലെ കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ ഉന്നത നേതാക്കൾ പങ്കെടുത്ത ചടങ്ങായിരുന്നിട്ടുകൂടി വന്ദേ മാതരത്തിന്റെ ജന്മനാടായ ബംഗാളിൽ അത് ആലപിച്ചതേയില്ല. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മവാർഷിക ദിനത്തിൽ നടന്ന ചടങ്ങിൽ ടാഗോറിന്റെ ചിത്രത്തിന് മുന്നിലായിരുന്നു സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വന്ദേ മാതരം നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ സ്വന്തം പാർട്ടി ഭരിക്കുന്ന ബംഗാളിൽ അത് പൂർണ്ണമായും ഒഴിവാക്കിയതും വലിയ ചർച്ചയായിരുന്നു. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ പ്രോട്ടോകോൾ ഉത്തരവ് പ്രകാരം ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കൂടാതെ ദേശീയ ഗാനത്തിന് നൽകുന്ന അതേ ബഹുമാനവും പദവിയും വന്ദേ മാതരത്തിന് നൽകുന്ന രീതിയിൽ ഭേദഗതി വരുത്താനും കേന്ദ്ര മന്ത്രിസഭ അടുത്തിടെ അംഗീകാരം നൽകിയിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമാകും. കേന്ദ്രത്തിന്റെ പുതിയ ഔദ്യോഗിക പ്രോട്ടോകോൾ പ്രകാരം ഗവർണറുടെ സാന്നിധ്യത്തിലുള്ള സംസ്ഥാന ചടങ്ങുകൾക്ക് കടുത്ത നിബന്ധനകളാണുള്ളത്. ഗവർണർ ഔദ്യോഗികമായി ചടങ്ങിലേക്ക് എത്തുമ്പോഴും ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുമ്പോഴും വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം നിർബന്ധമായും ആലപിച്ചിരിക്കണം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുള്ള വന്ദേ മാതരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന ഊർജ്ജമായിരുന്നു. തുടർന്ന് 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചത്. ദേശീയഗാനം ആലപിക്കുമ്പോൾ പാലിക്കേണ്ട അതേ പ്രോട്ടോകോൾ വന്ദേ മാതരത്തിനും ബാധകമായതിനാൽ ഗാനം ആലപിക്കുന്ന സമയം മുഴുവൻ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണം. ഔദ്യോഗിക സെറിമോണിയൽ ബാൻഡുകളാണ് ഗാനം അവതരിപ്പിക്കുന്നതെങ്കിൽ അതിന് മുന്നോടിയായി 7 ചുവടുകൾ വേഗത കുറച്ചു വെക്കുന്ന തരത്തിലുള്ള ഡ്രം റോൾ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എന്തായാലും VD സതീശൻ അധികാരത്തിലേക്ക് കയറുകയാണ്. നാളെ VD സതീശൻ സർക്കാരിന്റെ ഔദ്യോഗിക ഭരണച്ചടങ്ങുകൾ നാളെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വന്ദേ മാതരം പൂർണ്ണമായി പാടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വന്ദേ മാതരം മറ്റൊരു രാഷ്ട്രീയ വിവാദമായി കേരളത്തിലെ പുതിയ മന്ത്രിസഭയുടെ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്.